എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഇന്ന് നമുക്ക് സ്പെഷ്യൽ പിടിയും ബീഫും ആക്കാം കേട്ടോ. അതിന് വേണ്ടത് അരിപ്പൊടി, പിന്നെ എത്രയാണോ അരിപ്പൊടി എടുത്താൽ അത്രയും തന്നെ വെള്ളം ആവശ്യമാണ്. വെള്ളം നന്നായി വെട്ടി തിളച്ചതിന് ശേഷം പൊടി അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി കുഴച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ ആ ഉരുളകൾ. അപ്പോൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി ഉണ്ടാവേ. പിന്നെ നമ്മളൊരു ഇഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ നന്നായിട്ട് വേവിച്ച് മാറ്റി വെക്കണേ. പിന്നെ ബീഫ് ഞാൻ വേറെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി ചേർത്ത് വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീഫിനകത്ത് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങായും പെരിഞ്ചീരകവും ചെറിയൊരു അല്ലി വെളുത്തുള്ളി, ക്യാഷ്യൂ പ്രത്യേകമായിട്ട് ഇടണം കേട്ടോ, എന്നാലാണ് ഇതിന് ടേസ്റ്റ് നന്നായിട്ട് നിൽക്കുകയുള്ളേ. പിന്നെ അതിനകത്ത് ചെറിയ ഉള്ളിയും ചേർത്ത് വേറെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബീഫിന് ചേർക്കാനുള്ള മസാലയാണ്. സാധാരണ പോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവോള, തക്കാളി, പച്ചമുളകെല്ലാം. പിന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ടും മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് മസാലയെല്ലാം നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചിടും, കാരണം ഇതൊന്നുകൂടെ കുറുകുവേ. അതിനുശേഷം നമുക്ക് ഈ പിടി അതിലേക്ക് ഇടാം. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഓക്കെ, ടാറ്റാ.